ക്രൈസിസ് ഡിജിറ്റലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൈൻമാസ്റ്ററിൽ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നിങ്ങളെ വരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് കാണാൻ നിങ്ങൾ ഈ വീഡിയോ കാണുക. ആൻഡ്രോയിഡിലെ ഏറ്റവും ബെസ്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് കൈൻമാസ്റ്റർ. പല ആപ്ലിക്കേഷൻസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പവർ ഡയറക്ടർ, ഇൻഷോട്ട്, ഫിലിമോറ, റഷ്. ഈ ആപ്ലിക്കേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആപ്ലിക്കേഷൻ കൈൻമാസ്റ്റർ തന്നെയാണ്. സോ നമുക്ക് കൈൻമാസ്റ്ററിൽ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് ആണ് കാണുക. നമ്മൾ ഈ പ്ലസ് ഐക്കണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 16:9, 9:16, 1:1 എന്നൊക്കെ പറഞ്ഞ റേഷ്യോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ 1:1 യൂസ് ചെയ്യുക. ഞാൻ 16:9 എന്ന റേഷ്യോ ആണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ മീഡിയ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ സേവ്ഡ് ആയിട്ടുള്ള പല വീഡിയോസൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്കതിലൊരു വീഡിയോ ഓപ്പൺ ചെയ്യാം. ഞാനൊരു വീഡിയോ ഓപ്പൺ ചെയ്യുകയാണ്. ഇൻ കേസ് നമുക്ക് ഈ വീഡിയോൻ്റെ പ്രിവ്യൂ കാണണമെങ്കിൽ നമ്മൾ ആ വീഡിയോയിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അവിടെ ഒരു പ്ലേ ബട്ടൺ കാണാൻ സാധിക്കും. നമുക്കത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വീഡിയോയുടെ പ്രിവ്യൂ കാണാം. ഈ പ്ലസ് ഐക്കണിൽ പ്രസ് ചെയ്ത് നമുക്കതും ഈ വീഡിയോയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഈ വീഡിയോസ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ടൂൾസിനെ പറ്റി പരിചയപ്പെടാം. ഫസ്റ്റത്തെ ടൂളാണ് ഈ ഒരു ടൂൾ. ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ ട്രാക്സ്, അതായത് ഒരു ലെയറിൻ്റെ മുകളിൽ മറ്റൊരു ലെയർ, ആ ലെയേഴ്സിനെ പറ്റി നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് കഴിയുമ്പം പറയുന്നതാണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണിത്. നമുക്കത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ട്രാക്സ് മാത്രം മുകളിൽ കാണാം. നമ്മുടെ ഈ ഒരു പോർഷനിൽ നമുക്ക് അതിൻ്റെ വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൂളാണ്. ഇതെന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണ് നമ്മൾ അറിയാതെ ചെയ്തു പോയ എറേഴ്സൊക്കെ റിവേഴ്സ് ചെയ്യുന്നതാണ്. അതൊരു അൺഡു ബട്ടണാണ്. നമ്മൾ രണ്ട് ഹാൻഡ് വെച്ച് സാധാ ഒരു ഫോട്ടോ പിഞ്ച് ഔട്ട് ചെയ്യുന്ന പോലെ, സൂം ഔട്ട് ചെയ്യുന്ന പോലെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ടൈം ലൈൻ ഷോർട്ട് ആക്കുകയും ലോങ് ആക്കുകയും ഒക്കെ ചെയ്യാം. നമ്മളൊരു ക്ലിപ്പിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ചുറ്റും കുറേ ഒരു മഞ്ഞ ബൗണ്ടറി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ബൗണ്ടറീൻ്റെ ഒരറ്റത്ത് പ്രസ് ചെയ്ത് നമ്മളതിങ്ങനെ സൈഡിലോട്ട് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഫ്രണ്ടിലത്തെ അത്ര പോർഷൻസ് അത് റിമൂവ് ചെയ്യും. നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡും റിമൂവ് ചെയ്യാം, ട്രിം ചെയ്ത് കളയാം. നമുക്ക് 2 വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോസും പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് കാണാൻ സാധിക്കും ഇത് ഒരു ക്ലിപ്പിൽ നിന്ന് മറ്റൊരു ക്ലിപ്പിലേക്ക് പോകുന്നത് മാച്ച് ആവാണ്ടാണ്. സോ നമുക്കത് മാച്ച് ചെയ്യാനായി ട്രാൻസിഷൻ ആഡ് ചെയ്യാം. അതിനെ 2 ക്ലിപ്പിൻ്റെയും സെൻറ്ററിലേക്ക് പ്ലേസ് ചെയ്യുക നമ്മുടെ ഒരു റെഡ് ആരോ, ആൻഡ് അതിൽ പ്രസ് ചെയ്യുക. ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് കുറേ ട്രാൻസിഷൻ കാണാൻ സാധിക്കും. നമുക്ക് താഴോട്ട് നോക്കാം. നമുക്കൊരു 3D ട്രാൻസിഷൻ നോക്കാം. ഗെറ്റ് മോർ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആസറ്റ് സ്റ്റോറിൽ നിന്നൊരു 3D ട്രാൻസിഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് സൈഡിൽ അതിൻ്റെ പ്രിവ്യൂ കാണാം. പക്ഷേ നമുക്കിവിടെ അതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നതാണ്. നമുക്കതിൻ്റെ ടൈം കൊടുക്കാം. ഒരു ടൈം കൊടുത്തു. ഓക്കെ, നമുക്കിനി പ്ലേ ചെയ്ത് നോക്കാം. സോ നമുക്ക് അങ്ങനത്തെ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കൈൻമാസ്റ്ററിലൂടെ. നമുക്കിനി ഇതിനെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു ട്രാക്ക് സെലക്ട് ചെയ്യാം, ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യാം. പക്ഷേ മുകളിലത്തെ ഈ സിസർ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻ കാണാം. ആദ്യത്തെ ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ്, അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ക്ലിപ്പിൻ്റെ ഈ ഒരു പോർഷൻ ഡിലീറ്റ് ആയി പോകും. ട്രിം ടു റൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ ഡിലീറ്റ് ആയി പോകും. ഈ ഒരു പോർഷൻ മാത്രം അവിടെ ബാക്കി ഉണ്ടാകും. സ്പ്ലിറ്റഡ് പ്ലേ ഹെഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പോർഷൻ വെച്ച് ഈ ക്ലിപ്പ് 2 ക്ലിപ്പായി മാറും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ പുതിയൊരു ഇമേജോ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് എന്ന ഓപ്ഷനാണ് പ്രസ് ചെയ്യുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ സ്പ്ലിറ്റ് ആയതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആവശ്യമെങ്കിൽ ഇവിടെ നമുക്കൊരു പുതിയ ഇമേജ് ആഡ് ചെയ്യാം. മീഡിയയിൽ പോവുക. പക്ഷേ നമുക്കൊരു വീഡിയോയോ ഇമേജോ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ഇമേജാണ് ആഡ് ചെയ്തത്. നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ആ 2 ക്ലിപ്പിൻ്റെ ഇടയിലൊരു ഇമേജ് ആഡ് ചെയ്തു. നമുക്ക് ഇതുപോലെ വീഡിയോ ഒക്കെ ആഡ് ചെയ്യാം. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം.
നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ട്രാൻസിഷനൊക്കെ കൊടുക്കുകയും ചെയ്യാം. നമ്മളൊരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് അത് വേറൊരു പൊസിഷനിലോട്ട് ചേഞ്ച് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ലെയേഴ്സ് ആഡ് ചെയ്യാം. ലെയേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുകളിൽ ടെക്സ്റ്റ്, വേറൊരു വീഡിയോ, ഈ വീഡിയോയുടെ ഉള്ളിൽ തന്നെ വേറൊരു വീഡിയോ, ഒരു ഹാൻഡ് റൈറ്റിംഗ്, ഇതൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി നമ്മൾ ഈ ലെയേഴ്സ് എന്ന ടാബിൽ പ്രസ് ചെയ്യുക. പക്ഷേ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഒരു ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രമേ കാണുന്നുള്ളൂ. അത്തരത്തിലുള്ള ഒരു സാറിന് അവിടെ മീഡിയ എന്ന ഓപ്ഷനാണ് വരേണ്ടത്. സോ ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ബാക്ക് പ്രസ് ചെയ്യുക. ശേഷം ഈ സെറ്റിങ്സിൽ പ്രസ് ചെയ്യുക. ഇത് കൈൻമാസ്റ്ററിൻ്റെ സെറ്റിങ്സ് ആണ്, അതിൽ പ്രസ് ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്യാം. അഡ്വാൻസ്ഡ് എക്സ്പെരിമെൻ്റൽ സെറ്റിങ്സ് എന്നതിൽ പ്രസ് ചെയ്യുക. കണ്ടിന്യൂ എനിവേ. അപ്പോൾ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അൺലിമിറ്റഡ് വീഡിയോ ലെയേഴ്സ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇത് ഓപ്പൺ ചെയ്യുക. കണ്ടിന്യൂ എനിവേ. പഴയതുപോലെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ലെയേഴ്സ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുമ്പോൾ അവിടെ മീഡിയ എന്ന ഓപ്ഷൻ വരുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ കേസർ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് ഫിക്സ് ചെയ്യാം. നമുക്കൊരു ഇൻട്രോ പോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. മീഡിയയിൽ പോവുക, ബാക്ക്ഗ്രൗണ്ട് എന്നതിൽ പ്രസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു ഇമേജ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് പ്രസ് ചെയ്തു. നമുക്ക് കാണാൻ സാധിക്കാതെ അവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ലെയർ ബട്ടണിൽ പ്രസ് ചെയ്യാം. നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം അതിനകത്ത്. ഓക്കെ, ഞാൻ അതിനകത്ത് ക്രൈസിസ് ഡിജിറ്റൽ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സൈഡിൽ ആ യെല്ലോ ബോക്സ് വരുന്നതാണ്. നമുക്ക് മുകളിലത്തെ ഇമേജിൻ്റെ അനുസരിച്ചും അത് മാച്ച് ചെയ്യാം. ആ ടെക്സ്റ്റിൻ്റെ സൈഡത്തെ ബട്ടണും റൊട്ടേഷൻ ബട്ടണും ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറ്റാവുന്നതാണ്. ഇവിടെ നമുക്കൊരു കളറിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണത്. നമുക്കൊരു കളർ സെലക്ട് ചെയ്യാം. ഞാൻ ബ്ലാക്കാണ് സെലക്ട് ചെയ്തത്. നമുക്ക് എന്നിട്ട് ടിക്ക് ചെയ്യാം. ഈ എ എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഫോൺ സ്റ്റൈൽസ് അവൈലബിൾ ആണ്. ഒരു ഫോൺ സ്റ്റൈൽ സെലക്ട് ചെയ്യാം. ആ ടിക്ക് ബട്ടണിൽ പ്രസ് ചെയ്യുക. നമ്മുടെ വീഡിയോയിൽ ആവശ്യമില്ലാത്തൊരു ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു ഇമേജോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ എലമെൻറ്റിൽ പ്രസ് ചെയ്യുക. അതിൻ്റെ സൈഡത്തെ ആ ഡിലീറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ അത് ഡിലീറ്റ് ആവുന്നതാണ്. നമുക്കിനി ഈ വീഡിയോൻ്റെ മുകളിൽ മറ്റൊരു ലെയർ വീഡിയോ ആഡ് ചെയ്യാം. മീഡിയയിൽ പ്രസ് ചെയ്യുക, ലെയറിൽ. എന്നിട്ട് നമുക്കൊരു വീഡിയോ സെലക്ട് ചെയ്യാം. നമുക്കതിൻ്റെ റൊട്ടേഷനും അതിൻ്റെ പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്യാം. സൈസും റീസൈസൊക്കെ ചെയ്യാവുന്നതാണ്. നമുക്കതൊരു പൊസിഷനിലോട്ട് ചേഞ്ചും ചെയ്യാം. ശേഷം നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് കാണാൻ സാധിക്കും 2 വീഡിയോയും പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ട്രാക്കിൻ്റെ വോളിയം കുറയ്ക്കാം. ആ ട്രാക്ക് സെലക്ട് ചെയ്യുക. സൈഡത്തെ വോളിയം ബട്ടണിൽ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഇഷ്ടം പോലെ ലെയേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യാം. ഹാൻഡ് റൈറ്റിംഗ് ഇൻസേർട്ട് ചെയ്യാം. വേണമെങ്കിൽ സ്റ്റിക്കേഴ്സൊക്കെ ഇൻസേർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഓഡിയോ ആഡ് ചെയ്യാം. ഓഡിയോ ബട്ടണിൽ പ്രസ് ചെയ്യുക. നമ്മുടെ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഓഡിയോയും അതിനകത്ത് കാണുന്നതാണ്. ആ പ്ലസ് ഐക്കണിൽ പ്രസ് ചെയ്ത് നമുക്കത് ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ കേഴ്സർ എവിടെ വെക്കുന്നോ അവിടെ ആയിരിക്കും അത് ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ലെയേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടൊരു സൈഡത്തെ ബട്ടണിൻ്റെ കാര്യം പറഞ്ഞു. ആ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ടൈം ലൈൻ കുറച്ചും കൂടി വലുതായി കാണാം. നേരത്തെ ഇൻസേർട്ട് ചെയ്ത ഓഡിയോ റീപൊസിഷൻ ചെയ്യാം. നമുക്ക് റീസൈസ് ചെയ്ത് നോക്കാം. നേരത്തെ ആഡ് ചെയ്ത ടെക്സ്റ്റിൽ കുറച്ച് ആനിമേഷൻസ് നമുക്കിനി ആഡ് ചെയ്യാം. അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻ ആനിമേഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. അതിൽ ഫെയ്ഡും പോപ്പും അതൊക്കെ സെറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ സൈഡിൽ കാണാവുന്നതാണ്. മറ്റനേകം ഫീച്ചേഴ്സ് കൈൻമാസ്റ്ററിലുണ്ട്. ഇതിന് ക്രോമാക്കി വരെ കൈൻമാസ്റ്ററിൽ അവൈലബിൾ ആണ്. നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മുകളിലത്തെ ബട്ടണിൽ പ്രസ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഏതാണോ ആ വീഡിയോ സെലക്ട് ചെയ്യുക. ഇനി എക്സ്പോർട്ട് ചെയ്യാനായി ആ ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്യുക. നമ്മുടെ ഫോണിൻ്റെ കമ്പാറ്റബിലിറ്റിനനുസരിച്ചാണ് ഇവിടെ റെസൊല്യൂഷൻ കാണിക്കുക. എൻ്റെ മാക്സിമം റെസൊല്യൂഷൻ 540p ആണ്. കാരണം എൻ്റെ ഒരു ഓൾഡ് ഫോണാണ്. നമുക്ക് ഫ്രെയിം റേറ്റും അഡ്ജസ്റ്റ് ചെയ്യാം. താഴെ ബിറ്റ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബിറ്റ് റേറ്റ് അതിൻ്റെ ക്വാളിറ്റി മാനേജ് ചെയ്യുന്നതാണ്. അപ്പോൾ 2.13 Mbps എന്ന ബിറ്റ് റേറ്റ് വെക്കുമ്പോൾ താഴെ 10 MB എന്നാണ് നമുക്ക് കാണിക്കുന്നത്. ബിറ്റ് റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോൻ്റെ സൈസ് ചേഞ്ച് ആവുന്നതാണ്. ഞാൻ ഇപ്പോൾ ബിറ്റ് റേറ്റ് കുറച്ച് കൂട്ടി നോക്കാം. നമുക്ക് കാണാം അത് 24-27 MB വരെ ആകുന്നതാണ്. അത് കുറയ്ക്കുമ്പോൾ ആ സൈസ് കുറയുകയും ചെയ്യുന്നു.
എക്സ്പോർട്ട് ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. ഇനി ഞാൻ സർപ്രൈസ് ഗിഫ്റ്റ് എന്താണെന്ന് പറയാം. സാധാരണ നമ്മൾ കൈൻമാസ്റ്ററിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത കൈൻമാസ്റ്ററിൽ വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ മെയ്ഡ് വിത്ത് കൈൻമാസ്റ്റർ എന്നൊരു വാട്ടർമാർക്ക്, ഒരു ലോഗോ നിങ്ങളുടെ വീഡിയോയിൽ കാണുന്നതാണ്. ആ ലോഗോ ഇല്ലാത്തൊരു കൈൻമാസ്റ്ററിൻ്റെ വെർഷൻ, അത് കൈൻമാസ്റ്ററിൻ്റെ ഒരു മോഡിഫൈഡ് APK, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. നിങ്ങളുടെ റിസ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.